എം.കെ. അത്തോളി എന്ന തൂലികാനാമം ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രശസ്ത വ്യക്തി, രാഷ്ട്രീയ നേതാവ് സി.എച്ച്. മുഹമ്മദ് കോയ സാഹിബ്. സി.എച്ച്. മുഹമ്മദ് കോയ സാഹിബ്. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന സി.എച്ച്. പ്രതിഭ ക്വിസിലേക്ക് പങ്കെടുക്കുന്നവർക്കായി സി.എച്ച്. മുഹമ്മദ് കോയയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അടങ്ങിയ ഈ ക്വിസ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചെയ്തേക്കണേ. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. സി.എച്ച്. മുഹമ്മദ് കോയ ജനിച്ചത് എന്നാണ്? സി.എച്ച്. ജനിച്ചത് 1927 ജൂലൈ 15-നാണ്. അദ്ദേഹത്തിന്റെ ജന്മനാട് ഏത്? സി.എച്ചിന്റെ ജന്മനാട് അത്തോളി, കോഴിക്കോട് ജില്ലയിലെ അത്തോളി ആണ്. സി.എച്ച്. മുഹമ്മദ് കോയയുടെ മാതാപിതാക്കൾ ആരെല്ലാം? പയ്യമ്പുനത്തിൽ ആലി മുസ്ലിയാർ, മറിയം എന്നിവരാണ് സി.എച്ചിന്റെ മാതാപിതാക്കൾ. സി.എച്ച്. പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ വിദ്യാലയം ഏത്? അൻസാരി ലോവർ പ്രൈമറി സ്കൂൾ. ചെറിയാൻകണ്ടി മുഹമ്മദ് കോയ എന്നതിലെ സി.കെ. എന്ന് വേണ്ടത് സി.എച്ച്. മുഹമ്മദ് കോയ എന്നാവാൻ കാരണം എന്തായിരുന്നു? സ്കൂൾ രജിസ്റ്ററിൽ ചേർത്തപ്പോൾ സംഭവിച്ച പിഴവാണ് കാരണം. മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷൻ MSF അതിന്റെ സ്ഥാപക സെക്രട്ടറി ആരാണ്? സി.എച്ച്. മുഹമ്മദ് കോയ. സി.എച്ച്. ചന്ദ്രിക ദിനപത്രത്തിന്റെ സഹപത്രാധിപർ, അതായത് അസിസ്റ്റന്റ് എഡിറ്റർ ആയത് ഏത് വർഷമാണ്? 1945. സി.എച്ചിന് ചന്ദ്രികയുടെ അസിസ്റ്റന്റ് എഡിറ്റർ പദവി നൽകിയതാര്? K.M. സീതി സാഹിബ്. K.M. സീതി സാഹിബ്. സി.എച്ച്. മുസ്ലിം ലീഗിന്റെ നേതാവായത് ഏതു നഗരസഭാ കൗൺസിലിലാണ്? കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിൽ 1952 മുതൽ 57 വരെ. 1957 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതു മണ്ഡലത്തിൽ നിന്നും വിജയിച്ചാണ് സി.എച്ച്. നിയമസഭയിൽ അംഗമായത് അഥവാ MLA ആയത്? താനൂർ, മലപ്പുറം ജില്ലയിലെ താനൂർ മണ്ഡലത്തിൽ നിന്ന്. ആദ്യത്തെ കേരള നിയമസഭയിൽ ലീഗ് നിയമസഭാ കക്ഷി നേതാവ് ആര്? സി.എച്ച്. മുഹമ്മദ് കോയ. നിയമസഭാ സ്പീക്കർ ആയിരുന്ന സീതി സാഹിബ് അന്തരിച്ചതിനെ തുടർന്ന് നിയമസഭാ സ്പീക്കർ പദവി ആരാണ് ഏറ്റെടുത്തത്? സി.എച്ച്. മുഹമ്മദ് കോയ. നിയമസഭാ നടപടികളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് നേടിയ സി.എച്ച്. അതേക്കുറിച്ച് രചിച്ച ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? നിയമസഭാ ചട്ടങ്ങൾ എന്നാണ് അതിന്റെ പേര്. സി.എച്ച്. ആദ്യമായി കോഴിക്കോട് നിന്നും മത്സരിച്ച് ജയിച്ച് ലോകസഭ അംഗമായത് ഏതു വർഷമാണ്? 1962. 1967 EMS മന്ത്രിസഭയിൽ അംഗമായ സി.എച്ച്. ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തത്? വിദ്യാഭ്യാസം. സി.എച്ച്. മുൻകൈയെടുത്ത് മലബാറിൽ രൂപീകരിച്ച സർവകലാശാല ഏത്? കോഴിക്കോട് സർവകലാശാല അഥവാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. 1968 ജനുവരി 1 ഇത് നിലവിൽ വന്നു. മലപ്പുറം ജില്ല നിലവിൽ വന്നത് എന്ന്? 1969 ജൂൺ 16. സി.എച്ച്. രണ്ടാമത് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം വഹിച്ചത് ആര് മുഖ്യമന്ത്രി ആയപ്പോഴാണ്? സി. അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയപ്പോൾ. 1969 നവംബർ 1 സി. അച്യുതമേനോൻ മന്ത്രിസഭയിൽ സി.എച്ച്. വിദ്യാഭ്യാസം കൂടാതെ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്? ആഭ്യന്തര വകുപ്പ്. 1971 തെരഞ്ഞെടുപ്പിൽ സി.എച്ച്. നിയമസഭാംഗമായതും സി. അച്യുതമേനോൻ മന്ത്രിസഭയിൽ മന്ത്രിയായതും ഏതു മണ്ഡലത്തിൽ നിന്നാണ്? കൊണ്ടോട്ടി, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മണ്ഡലത്തിൽ നിന്നും.
1973 CH ഏത് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചു ജയിച്ചാണ് പാർലമെന്റ് അംഗമായത്? മഞ്ചേരി ലോകസഭാ മണ്ഡലത്തിൽ നിന്ന്. 1977 കെ കരുണാകരൻ മന്ത്രിസഭയിൽ CH ഏത് വകുപ്പിന്റെ ചുമതലയാണ് വഹിച്ചത്? ധനകാര്യ വകുപ്പിന്റെ ചുമതല. AK ആന്റണി, PK വാസുദേവൻ നായർ മന്ത്രിസഭകളിൽ CH ഏത് വകുപ്പ് മന്ത്രിയായിരുന്നു? വിദ്യാഭ്യാസ മന്ത്രി. 1979 ഒക്ടോബർ 12 കേരളത്തിലെ 8ാമത് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത് ആര് മുഖ്യമന്ത്രിയായാണ്? CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി. അറിയാൻ ജയിക്കാൻ മുഴുവൻ കാണൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഉണ്ണീസ് വിജയപാത. 1980 CH ഏത് മണ്ഡലത്തിൽ നിന്നു ജയിച്ചാണ് MLA ആയത്? മഞ്ചേരി മണ്ഡലത്തിൽ നിന്ന്. 1982 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയപ്പോൾ ഉപമുഖ്യമന്ത്രി ആരാണ്? CH മുഹമ്മദ് കോയ. ഉപമുഖ്യമന്ത്രി പദവിക്ക് പുറമെ CH ചുമതലയേറ്റ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ്. 1982 കരുണാകരൻ മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രി ആരായിരുന്നു? അഹമ്മദ് വിദേശ പര്യടനത്തിന് പോയപ്പോൾ വ്യവസായ വകുപ്പിന്റെ ചുമതല നൽകിയത് ആർക്കാണ്? CH മുഹമ്മദ് കോയയ്ക്ക്. വിവിധ സംസ്ഥാനങ്ങളിലെ വ്യവസായ വകുപ്പ് മന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹൈദരാബാദിൽ ചെന്ന CHന് സംഭവിച്ചതെന്ത്? അസുഖബാധിതനായി മരണപ്പെട്ടു. CHന് ദേഹാന്ത്യം സംഭവിച്ചത് എന്നാണ്? 1983 സെപ്റ്റംബർ 28 ഹൈദരാബാദിൽ വെച്ച്. CHന്റെ അന്ത്യവിശ്രമം ഒരുക്കിയത് എവിടെയാണ്? കോഴിക്കോട് നടക്കാവ് വലിയ പള്ളി അങ്കണത്തിൽ. രാഷ്ട്രീയ രംഗത്ത് പ്രശസ്തനായ CHന്റെ മകന്റെ പേര്? ഡോക്ടർ MK മുനീർ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മുഖ്യമന്ത്രിയായ ആദ്യ മുസ്ലിം ലീഗ് നേതാവ്? CH മുഹമ്മദ് കോയ. കേരളത്തിലെ എത്രാമത്തെ ഉപമുഖ്യമന്ത്രിയാണ് CH? രണ്ടാമത്തെ. 1981 മുതൽ 83 വരെയാണ് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായത്. CHന്റെ മരണത്തെ തുടർന്ന് ഉപമുഖ്യമന്ത്രി ആയതാര്? കെ ഔഖാദർ കുട്ടി നഹ. 1983 മുതൽ 87 വരെ. ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി? R ശങ്കർ. 1960 മുതൽ 62 വരെ മുഖ്യമന്ത്രി പട്ടമേത്താണുപിള്ളയുടെ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു R ശങ്കർ. CH രചിച്ച ജീവചരിത്ര ഗ്രന്ഥം? ലിയാഖത്ത് അലി ഖാൻ. CH ശ്രീലങ്കയിൽ സഞ്ചരിച്ച യാത്രാനുഭവ വിവരണ ഗ്രന്ഥം? ശ്രീലങ്കയിൽ 5 ദിവസം. സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ച അനുഭവങ്ങൾ വിവരിക്കുന്ന കൃതി ഏതാണ്? സോവിയറ്റ് യൂണിയനിൽ എന്നാണ് കൃതിയുടെ പേര്. CH തന്റെ പരിശുദ്ധ ഹജ്ജ് യാത്രാനുഭവങ്ങൾ വിവരിച്ച് രചിച്ച കൃതിയുടെ പേരെന്ത്? എൻ്റെ ഹജ്ജ് യാത്ര. പാർലമെന്റ് ജനാധിപത്യത്തെക്കുറിച്ച് CH രചിച്ച ഗ്രന്ഥം? പാർലമെന്ററി ഡെമോക്രസി. ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണങ്ങളെക്കുറിച്ച് CH രചിച്ച കഥകളുടെ രൂപത്തിലുള്ള കൃതിയുടെ പേര്? ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണം കഥകളിലൂടെ. ഗൾഫ് രാജ്യങ്ങളിലേക്കു നടത്തിയ യാത്രാനുഭവങ്ങൾ ഉൾപ്പെടുത്തി രചിച്ച കൃതിയുടെ പേര്? ഗൾഫ് രാജ്യങ്ങളിൽ. CH മുഹമ്മദ് കോയ രചിച്ച മലേഷ്യൻ യാത്രാവിവരണ ഗ്രന്ഥം? ഞാൻ കണ്ട മലേഷ്യ.
കോ ലണ്ടൻ കെയ്റോ ഏത് വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ്? യാത്രാവിവരണം. ലിബിയൻ ജമാഹിരിയയിൽ എന്ന കൃതി ഏതു വിഭാഗത്തിൽപ്പെടുന്നു? യാത്രാവിവരണ ഗ്രന്ഥം. CH മുഹമ്മദ് കോയയുടെ യാത്രാവിവരണ ഗ്രന്ഥങ്ങളെ അപഗ്രഥിച്ച് സഞ്ചാര സാഹിത്യകാരനായ CH എന്ന കൃതി രചിച്ചതാര്? റഹ്മാൻ തായലങ്ങാടി ആണ് സഞ്ചാര സാഹിത്യകാരനായ CH എന്ന കൃതി രചിച്ചത്. കമന്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി. MLA, MP, മന്ത്രി, മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, സ്പീക്കർ തുടങ്ങിയ എല്ലാ പദവികളും വഹിച്ച കേരളത്തിലെ ഏക നേതാവ് ആരാണ് എന്നറിയാമോ? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ അറിയാൻ ഈ ചാനലിലെ മറ്റു വീഡിയോകളും കാണൂ.